ചാക്കോച്ചനാ ക്യാപ്റ്റനെയാ സംശയമില്ലയോ? എന്റെ തോന്നൽ അയാള് തന്നെ ആണെന്നാ. അപർണ മരിച്ചപ്പോ അയാളല്ലേ കിങ് മേക്കർ. അപർണയെ കൊന്നിട്ട് ക്യാപ്റ്റൻ എന്ത് ലാഭം? ഇനി എല്ലാം അയാളുടെ നിയന്ത്രണത്തിലല്ലേ? ഒരിക്കലുമല്ല. അപർണ ജീവിച്ചിരിക്കുന്നതായിരുന്നു ക്യാപ്റ്റന് നല്ലത്. കേട്ടിടത്തോളം ഡോക്ടർ വേണുഗോപാൽ ക്യാപ്റ്റന്റെ കസ്റ്റഡിയിൽ നിൽക്കുന്ന ആളല്ല. അതിരിക്കട്ടെ, അപർണയെ കൊന്നതാണെന്ന് എന്നോട് ആര് പറഞ്ഞു? പിന്നെ ആത്മഹത്യയാണോ? മര്യാദക്ക് കട്ടിലേക്ക് കിടന്ന് മരിച്ചതല്ല എന്ന് മാത്രം അറിയാം. ആ ഇമെയിൽ അയച്ച ആൾക്ക് എല്ലാം അറിയായിരിക്കും. ആരാ അയച്ചേ? അപ്പച്ചന്റെ ശത്രുക്കളാരെങ്കിലും ആയിരിക്കും. അമ്മച്ചിയാണോ? അമ്മച്ചി നീ അതും ചെയ്യാൻ എനിക്കറിയാം. അപർണയുടെ മരണം അതെങ്ങനെയായാലും എന്നെ ബാധിക്കുന്നില്ല. പക്ഷെ അരുൺ, അവൻ അവൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവൻ സങ്കടപ്പെടുന്ന എനിക്ക് വിഷമമാണ്. മറ്റൊരു സ്ഥാനവും അപർണയ്ക്ക് എൻ്റെ മനസ്സിലില്ല. പക്ഷെ അപർണയുടെ സകല സ്വത്തുക്കളും ഇപ്പൊ നിങ്ങളാണ് അനുഭവിക്കുന്നത്. ആ മരണത്തിന്റെ ഏക ഗുണഭോക്താവ്. എന്തൊരു ഐറണി! എന്റെ മകന് വേണ്ടി കോടികളുടെ ഭാരം ഞാൻ സഹിക്കുകയാണ്. അങ്ങനെയൊന്നും പറഞ്ഞു കളയല്ലേ പ്ലീസ്. എന്തായിരുന്നു അപർണയും നിങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേട്? അപർണയുടെ അച്ഛൻ ഡോക്ടർ ശങ്കരമേനൻ ഉണ്ടായിരുന്ന കാലത്താണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അദ്ദേഹത്തിന്റെ മരണം വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മരണശേഷം അപർണയ്ക്കായി ഹോസ്പിറ്റലിന്റെ ഭരണം. എന്നെ പോലും വെറും ഒരു സ്റ്റാഫ്. അങ്ങനെയാണ് അവൾ കണ്ടിരുന്നത്. നിങ്ങളന്ന് ശങ്കേഴ്സിൽ വർക്ക് ചെയ്തിരുന്നു? അതെ, 3 കൊല്ലം മുമ്പ് വരെ. സഹ കേട്ടപ്പോ മകനെയും കൊണ്ട് ഞാനിങ്ങി പോന്നു. ഡൈവോഴ്സ് പെറ്റീഷനും കൊടുത്തു. എന്തായിരുന്നു നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ പ്രശ്നം? എന്റെ ചോദ്യം അതാണ്. ആ ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാതെ നിങ്ങൾ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു. മിസ്റ്റർ SP, നിങ്ങളൊരു കുറ്റവാളിയോട് എന്ന പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. എന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നു, ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നു. എന്ത് ക്രെഡിബിലിറ്റിയാണ് മിസ്റ്റർ നിങ്ങൾക്കുള്ളത്? അരുൺ പട്ടിണിയുടെ ബാല്യകാലം പഠിക്കാൻ മിടുക്കനായിരുന്നതുകൊണ്ട് കരയോഗത്തിന്റെയും സമുദായത്തിന്റെയും സഹായത്തോടെ MBBS MDയും പാസ്സായി. കോടീശ്വരനായ ഡോക്ടർ ശങ്കരമേനോൻ തനിക്കിണങ്ങിയ തന്നിലെളിയ മരുമകനെ തേടി വന്നപ്പോൾ സസന്തോഷം നിങ്ങൾ അതിന് വഴങ്ങി. അപർണയുമായുള്ള വിവാഹം നടന്നു. അന്ന് നിങ്ങളെ ആകർഷിച്ച ഘടകം എന്തായിരുന്നു? സൗന്ദര്യം കണ്ട് ഭ്രമിച്ചതാവാൻ വഴിയില്ല. കാരണം നിങ്ങൾക്കത്ര പരിചിതമായ സൗന്ദര്യ ഭാഷയായിരുന്നില്ല അപർണയുടേത്. പിന്നെന്തായിരുന്നു ആകർഷണ ഘടകം? ശങ്കരമേനോന്റെ അനന്തമായ പണം. ആ പണം കൊണ്ട് നിങ്ങളുടെ 3 സഹോദരിമാരുടെ വിവാഹം നടന്നു. ലേലത്തിന് വെച്ചിരുന്ന കിടപ്പാടം തിരികെ കിട്ടി. ശങ്കരമേനോൻ ലക്ഷങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തത്. മിസ്റ്റർ വേണു, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി എഫിഷ്യൻസിയുള്ള ഡോക്ടർ ഒന്നല്ലല്ലോ. ഒരു സാധാരണ ഫിസിഷ്യൻ. അതിനു മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇനി പറയൂ, അപർണയുമായിട്ട് എന്തിനാണ് പിരിഞ്ഞത്? അവർക്ക് എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് വല്ലതും? അവൾക്ക് ഒരുപാട് മെയിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇനി സെക്ഷൽ റിലേഷൻഷിപ്പ്? ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. സുഹൃത്തുക്കളിൽ പ്രത്യേകിച്ച് ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആരോടും ഒരു ദീർഘകാല ഫ്രണ്ട്ഷിപ്പ് അപർണ കീപ്പ് ചെയ്യാറില്ല. ഗിരിജയും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? പഴയ മുറപ്പെണ്ണ്. കോടീശ്വരിയുടെ ആലോചന വന്നപ്പോ മുറപ്പെണ്ണിനെ മറന്നു. അപർണയുമായി തെറ്റിയപ്പോൾ പഴയ ബന്ധം വീണ്ടും പൊടിതട്ടിയെടുത്തു. മിസ്റ്റർ വേണു, ഒരു ട്രഡീഷണൽ വില്ലൻ ചെയ്യുന്നതെല്ലാം ഇതിനോടകം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. പണത്തിന് വേണ്ടി വിവാഹം, കാര്യം കഴിഞ്ഞപ്പോ വിവാഹമോചനം, കുട്ടിയെ തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെയും വാക്ക് വ്യത്യാസം. നിങ്ങളാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുവിധപ്പെട്ട കോടതികളൊക്കെ അത് വിശ്വസിക്കും. നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. എത്ര നാളായി നിങ്ങളുടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 4 വർഷം. ഡോക്ടർ വേണുഗോപാൽ ഇവിടുന്ന് താമസം മാറിയ ശേഷം അപർണ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ? അതെ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നിട്ടും ഒരുമിച്ച് കഴിയാൻ ഡോക്ടർ അപർണ അനുവദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അപർണയെ കാണാൻ ആരൊക്കെയാണ് പതിവായി വരാറുണ്ടായിരുന്നത്? അങ്ങനെ പതിവായിട്ടാരുമില്ല. കേസ് ആരംഭിച്ച ശേഷം വക്കീൽ വരുമായിരുന്നു. അഡ്വക്കേറ്റ് ആനന്ദ്? അതെ. ഉദ്ദേശം എത്ര തവണ വന്നിട്ടുണ്ട്? മിക്കവാറും വരുമായിരുന്നു. അപർണ മരിച്ച ദിവസം വക്കീൽ ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു. എപ്പോ? ഒരു 10 മണിയായി കാണും. എന്നിട്ട്? സാധാരണ വക്കീല് വന്നാല് ഇവിടെ താഴത്തിരുന്നാ സംസാരിക്കാറ്.
കൊച്ചമ്മ എന്താ വക്കീലിനെ നേരിട്ട് എന്ന് വിളിക്കാതെ വാസന്തിയെ കൊണ്ട് വിളിപ്പിച്ചത്? കൊച്ചമ്മ കുളിക്കുകയായിരുന്നു. ഓഹോ, വക്കീലിനെ കൊച്ചമ്മ നേരിട്ട് ബാത്റൂമിലേക്കാണ് വിളിച്ചത്. ചോദ്യം. ആനന്ദ് എപ്പോഴാണ് മടങ്ങിപ്പോയത്? ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ്. വക്കീൽ പോയതിനു ശേഷം അപർണയെ വാസന്തി കണ്ടോ? കണ്ടു. അവരെന്ത് ചെയ്യായിരുന്നു? ഉറങ്ങാനുള്ള മരുന്ന് കുത്തിവെക്കാൻ തുടങ്ങുമായിരുന്നു. എന്തിനായിരുന്നു അപർണ വാസന്തിയെ വിളിപ്പിച്ചത്? മുഷിനെ തുണി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇവിടെ വേസ്റ്റ് ഇടുന്ന ഏരിയ ഒന്ന് സെർച്ച് ചെയ്യണം. സർ. പെസഡിന്റെ അല്ലാതെ മറ്റെന്തെങ്കിലും ഒഴിഞ്ഞ ആംബുലൻസ് ഉണ്ടോ എന്ന് നോക്കണം. ശരി സർ. എനിക്കൊരാളെ സംശയമുണ്ട്. സാർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനും അപർണയും തമ്മിൽ അങ്ങനൊന്നുമില്ല. അവർ റിലേഷൻഷിപ്പ് ഇസ് ജസ്റ്റ് ഒരു വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധം. എക്സാക്ട്ലി. ഇത് നിങ്ങളുടെയും അപർണയുടെയും സെൽഫോണുകളുടെ കോൾ ലിസ്റ്റ് ആണ്. ഡെയിലി 10ഉം 20ഉം തവണയാണ് കേസ് ഡിസ്കഷൻ. എക്സ്പാർട്ടി വിധിയാവാൻ പോകുന്ന ഒരു സിമ്പിൾ ഡൈവേഴ്സ് കേസിനെ പറ്റി ഇതിന് മാത്രം സംസാരിക്കാൻ എന്തിരിക്കുന്നു? ഡൈവേഴ്സ് കേസിന്റെ വിധി വന്ന ദിവസം സുന്ദരിയായ കക്ഷി കുളി കഴിഞ്ഞ് ഈറൻമുടി മാടിക്കെട്ടി അല്പവസ്ത്രധാരിയായി ബെഡ്റൂമിൽ കാത്തിരിക്കുന്നു വക്കീലിനെ. അതും രാത്രി 10 മണി കഴിഞ്ഞ്. ഓക്കെ, കേസിന്റെ പ്രതിഫലം സെറ്റിൽ ചെയ്യാൻ പോയി എന്ന് നിങ്ങൾ പറയും. ഞാനത് അംഗീകരിക്കുന്നു. എന്തായിരുന്നു നിങ്ങൾക്കുള്ള പ്രതിഫലം? സർ, ദേവി ഇത് മല്ലിക ഇതൊന്നും അറിയരുത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഇപ്പോഴാണ് അവള് ഗർഭിണിയാവുന്നത്. അതും ഒരുപാട് ചികിത്സകൾക്ക് ശേഷം. മെന്റൽ സ്ട്രെയിൻ ഒന്നും പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എനിക്കും മെന്റൽ സ്ട്രെയിൻ ഇഷ്ടമല്ല. എക്സ്പ്ലെയിൻ. എന്തായിരുന്നു നിങ്ങളും അപർണയും തമ്മിലുള്ള ബന്ധം? വാസ് ഇറ്റ് ഫിസിക്കൽ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളത് ആഗ്രഹിച്ചിരുന്നില്ലേ? ഇല്ല, ഇറ്റ് വാസ് ജസ്റ്റ് എ മ്യൂച്വൽ അട്രാക്ഷൻ. ഇയാൾ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യൊന്നും വേണ്ട. അപർണക്ക് ഒരുപാട് പുരുഷന്മാരുമായി ബന്ധമുണ്ടായിരുന്നു. യു ആർ ഓൺലി വൺ അമംഗ് ദം. പക്ഷെ നിങ്ങൾക്ക് മാത്രം കാര്യങ്ങൾ അങ്ങനെ നടക്കാതെ പോയി. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതേക്കുറിച്ചൊന്നും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല? ഇല്ല. വൈ? മല്ലിക അറിയാതിരിക്കാൻ അപർണയെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപർണ മരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ മല്ലികയെ ഉപേക്ഷിക്കുമായിരുന്നു? എനിക്കറിയില്ല. അന്ന് രാത്രി മുഴുവൻ ഞാൻ അതേക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചത്. പക്ഷേ പക്ഷേ